പത്രമാറ്റ് സീരിയലിലെ എല്ലാ ആർട്ടിസ്റ്റുകളായിട്ടും വളരെ വലിയൊരു സൗഹൃദം ഉണ്ടെന്ന് നമുക്ക് അറിയാം. കാരണം നമ്മുടെ വീട്ടിലെ ഫംഗ്ഷനുകളായാലും ഈ പറഞ്ഞ പോലെ പ്ലേ സ്കൂളിൽ ഒരു ആനിവേഴ്സറി ആണെങ്കിലും എല്ലാവരും പങ്കെടുക്കുന്നു. സമ്മാനദാനാണെങ്കിലും ഒരുപാട് കലാപരിപാടികളിലാണെങ്കിലും നിറഞ്ഞ മനസ്സോടെ ഇവരെല്ലാവരും പങ്കെടുക്കുന്നു. മാത്രമല്ല കേരളത്തിന്റെ ഈ അറ്റം തൊട്ട് ആറ്റം വരെയാണ് ഇവരുടെയൊക്കെ വീടുകൾ, അവരുടെയൊക്കെ താമസം. പക്ഷെ അവരെല്ലാവരും തന്നെ പാവർട്ടിയിൽ നമ്മുടെ അവിടേക്ക് എത്തിച്ചേരുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു സൗഹൃദത്തിന്റെ ഒരു പാലമുണ്ടെങ്കിൽ മാത്രമാണ് ഇത്രയും പേർക്കൊക്കെ ഇവിടെ എത്തിച്ചേരാനുള്ള ഒരു മനസ്സുണ്ടാവാറുള്ളൂ. അപ്പൊ ആ ഒരു അടുപ്പം സ്നേഹമൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാവരുമായിട്ട് നല്ല അടുപ്പമാണ്. ഇപ്പൊ എന്റെ ഒപ്പമുള്ളതാണ് ജലജിയും ദേവയാനിയും. അവരെ രണ്ടുപേരെയാണ് ആദ്യം ഞാൻ പരിചയപ്പെടുന്നത്. അപ്പൊ അവര് എറണാകുളത്തും ഒരാള് ആലുവയിലുമാണ്. ജലജ എന്ന ക്യാരക്ടർ നെഗറ്റീവ് ക്യാരക്ടറും ദേവയാനി എന്ന് പറയുന്ന ക്യാരക്ടർ പോസിറ്റീവ് ക്യാരക്ടറാണ്. അപ്പൊ അവരെയാണ് ഞാൻ ആദ്യം ആനുവൽ ഡേക്ക് കൊണ്ടുവരാനൊക്കെ പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങൾ ഈ സീരിയലില് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞങ്ങൾ ഈ 3 പേരിങ്ങനെ എല്ലാ നേരവും ഒരു ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രെയിമിൽ ഞങ്ങൾ 3 പേര് എപ്പോഴും ഉണ്ടാവും. അല്ലെങ്കിൽ ഞാനും ജലജയായിട്ടാവും, അല്ലെങ്കിൽ ഞാനും ദേവയാനിയും, അല്ലെങ്കിൽ ഞങ്ങൾ 3 പേരും ഒരൊറ്റ സൈഡിൽ സാർ എപ്പോഴും നിർത്താം. നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ 3 പേരും. അതിൽ ഈ ചെറുമക്കൾ എന്ന് പറയണ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നയന, എൻ്റെ മരുമകളായ ഗ്രീഷ്മ, ഇവരൊക്കെ ഭയങ്കര വില്ലത്തിയൊക്കെ ആണെങ്കിലും ഭയങ്കര സോഫ്റ്റ് ക്യാരക്ടറാണ് എല്ലാവരും. അബിയുടെ ക്യാരക്ടർ ഉണ്ട്, വില്ലന്റെ ഒരു ക്യാരക്ടറാണ്. ആളുകൾക്ക് കണ്ട വെറുപ്പും ദേഷ്യമാണ് ഗ്രീഷ്മേനെയും അബിനെയും. പക്ഷെ രണ്ടുപേരും ഭയങ്കര പാവം ക്യാരക്ടേഴ്സാണ്. അബി ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു കോമഡി വൈബാ. എല്ലാ നേരവും എല്ലാവരുടെ അടുത്തും അതെ ക്യാരക്ടറിന്റെ പേരാണ് ഞാൻ പറയുന്നത്. അബി ആകാശ് എന്ന ശരിക്കും അവൻ ഡാൻസറാണ്. പിന്നെ എല്ലാവരോടത്തും അവനിങ്ങനെ ഒരു ബട്ടർഫ്ലൈയുടെ പോലെ പറന്ന് നടന്ന് എല്ലാവരും സന്തോഷിപ്പിച്ച് ചിരിപ്പിച്ച് കളിപ്പിച്ച് അങ്ങനെ പോകുന്നൊരു ക്യാരക്ടറാണ്. അതുപോലെ ഗ്രീഷ്മ ഇതിലത്തെ അനാമിക എന്ന് പറയുന്ന ക്യാരക്ടർ എൻ്റെ മരുമകൾ അനിയുടെ ഭാര്യയായിട്ടുണ്ടായിരുന്ന നെഗറ്റീവ് ക്യാരക്ടറാണ്. പക്ഷെ ആള് ആ ഷൂട്ടിന്റെ ടൈമിന് വന്ന് കറക്റ്റ് കാര്യങ്ങൾ ചെയ്യും. കുറേ നേരം എൻ്റെ അടുത്തിരുന്ന് കുറേ നേരം സംസാരിക്കും. അപ്പം ആ സമയത്ത് മാത്രമേ ആൾ ശ്രദ്ധ വരുള്ളൂ കേട്ടോ. ബാക്കിയുള്ള നേരമൊക്കെ ആള് സ്ക്രിപ്റ്റ് വായിക്കുകയോ പിടിക്കുകയോ എന്തെങ്കിലും ആളുടേതായ കാര്യങ്ങൾ ചെയ്ത് മാറിയിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ എൻ്റെ എപ്പോഴും വർത്താനം പറഞ്ഞ് എപ്പോഴും കൂട്ടുകൂടുന്നത് ദേവയാനിയായിട്ടാണ്. ഞാൻ ക്യാരക്ടറിന്റെ പേരാ രശ്മി എന്ന ശരിക്കുള്ള പേര്. പിന്നെ നായിക നയനയും ഫുൾ ടൈം ഉണ്ടാവും. നയനയുടെ അമ്മയായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കമ്പനി. സീന എന്ന് പറയും. സീനുമായിട്ടാണ് ഏറ്റവും അടുപ്പം. സീനു കൂടുതൽ സമയം ഫ്രീ ആയിരിക്കും. അപ്പൊ ഞാൻ ഫ്രീ ആവണ സമയം മുഴുവൻ സീനുവിന്റെ അടുത്ത് വന്ന് ചെന്നിരുന്ന സംസാരിക്കും. ഞാനും ദേവയാനിയും മിക്കവാറും ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കും. പിന്നെ ജലജ ഉണ്ടാവും. എല്ലാത്തിൻ്റെയും അവളുടെ ഒരു ഡ്രസ്സിങ്ങും ഒക്കെ ഡിഫറെൻ്റ് ആണല്ലോ. അപ്പം അതൊക്കെ മനസ്സിലാക്കാൻ ഞാനും എപ്പോഴും കൂടെ ചേരും കേട്ടോ.